ഹലോ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിപ്പോയി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഗ്ലാസ് ഉണ്ട് പൊട്ടുമായിരിക്കും. എന്റെ പൊന്നു കുഞ്ഞെ അവിടെ വെയിറ്റ്. അവന്റെ പെട്ടി അവൻ ആദ്യമേ പൊട്ടിച്ച് എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി എടാ മണ്ട അതാ മണ്ട 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 ചേച്ചി എന്നാ ഉത്തരവാദിത്തമാണെന്ന് നോക്കി. അപ്പോഴേ ചേച്ചി ഇന്ന് കൊടുത്തു വിട്ടിട്ടുള്ള വലിയൊരു കൊറിയർ ബോക്സ് ആണ് കേട്ടോ ഇത്. ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. പിന്നെ എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം April 6 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവളൊരു സ്പെഷ്യൽ പെർഫ്യൂമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളതല്ലേ. ഇവൻ്റെ ആക്രാന്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പാവം ഈ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ എന്ന്. ഒന്നുമല്ല, ഇവൻ്റെ അമ്മ ഇതേ സൈസിൽ ഇതേപോലെ കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നേരത്തെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വിതരണവും ചെയ്ത് കഴിച്ച് അവസാനം ആ ബേസ് ബോർഡ് വെച്ചിട്ട് ഇവിടെ എല്ലാം കുത്തിമറിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. ചുണ്ടൊക്കെ വീർത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ. അവളെല്ലാം ഭദ്രമായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ് കേട്ടോ പാവം. നമുക്ക് എത്ര കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമുക്ക് എത്ര റിലേറ്റീവ്സ് അബ്രോഡ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ തന്നെ ബ്ലഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു അനിയൻ ചേട്ടനൊക്കെ പോയിട്ട് വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുതരിക എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമുക്ക് അത് ഫീൽ ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മനസ്സിലാക്കി അവർ നമുക്കെന്നും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നോക്കിയൊക്കെ മേടിച്ച് വെക്കുന്നതായിരിക്കും. പണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ ഒന്നിനോടും നമുക്കൊരു കൊതിയോ അല്ലെങ്കിൽ പണ്ട് ഒത്തിരി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കളർ ബോക്സും ഒക്കെ വേണം എന്നൊക്കെ ഭയങ്കര കൊതിയുണ്ടായിരുന്നു. പടം വരയ്ക്കാനൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു. അത്യാവശ്യം കോമ്പറ്റീഷൻസിനൊക്കെ പോയി നല്ല പ്രൈസും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ല. അപ്പം 10 രൂപയ്ക്കൊക്കെ കുറേ സ്കെച്ചൊക്കെ കിട്ടുമല്ലോ, അതും വാട്ടർ കളറൊക്കെ മേടിച്ചിട്ടാണ് അന്നത്തെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുള്ളത്. അന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിള്ളേരുടെ കയ്യിലൊക്കെ ഭയങ്കര ഐറ്റംസും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ. ഇവനൊരു ചോക്ലേറ്റ് കഴിക്കാൻ പോലും നമുക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഞാനൊക്കെ എൻ്റെ എക്സ്ട്രീം ലെവലിൽ കഴിച്ചിട്ടുള്ള, എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള ചോക്ലേറ്റാണ് മഞ്ച്, 5 സ്റ്റാർ. ഇതൊക്കെ അതും വല്ലപ്പോഴും ഒക്കെ കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ നമ്മളങ്ങനെ വലിയ ചോക്ലേറ്റ്സ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പോയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല അവൾ ഇത് അയക്കുന്നത്. ഒരുപാട് സാധനങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്കിനി ഒരു സാധനത്തിനും കൊതിയില്ല എന്നൊക്കെ പറയുന്ന ലെവലിൽ ഒത്തിരി സാധനങ്ങൾ അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ ഇടയ്ക്കിങ്ങനെ അയക്കുന്നതാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ. നമുക്ക് എത്ര സാധനങ്ങൾ അയച്ചു തന്നാലും ഇതുവരെയും സത്യം പറഞ്ഞാൽ കൊടുത്ത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അമ്മ അങ്ങനെ ഞങ്ങൾക്കെന്ന് കൊണ്ടുവരുന്നൊരു സാധനം എന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാകുന്നാലും അതിൽ നിന്നും എടുത്തിട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയാലോ അങ്ങനെ കുറേ പേർക്കൊക്കെ അമ്മ കൊടുക്കും. അത് ഇപ്പോഴാണെങ്കിൽ അതിനൊരു മാറ്റമില്ല. എപ്പോൾ കൊറിയർ അയക്കുമ്പോഴും ചേച്ചി ഇങ്ങനെ പറയും, അമ്മ ഈ പ്രാവശ്യത്തെ കൊറിയർ ആർക്കും കൊടുക്കണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുക കേട്ടോ. അവൾ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, അമ്മ കുഞ്ഞുങ്ങളെടുത്തോട്ടെ, അവരെ എടുക്കട്ടെ, അവർക്ക് കൊടുക്കുക, എല്ലാം വിതരണം ചെയ്യുമല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഈ പ്രാവശ്യവും അപ്പോൾ അമ്മയ്ക്ക് വിഷമം ഈ പ്രാവശ്യം. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങളുടെ ആവശ്യത്തിനെല്ലാം എടുക്കട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട. കാരണം അവൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തുവിട്ട സാധനങ്ങളാണ് ഈ സ്റ്റിൽ ഇപ്പോഴും സോപ്പ് സഹിതം എല്ലാം, ഷാമ്പൂ, കണ്ടീഷണർ എല്ലാം യൂസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് ആണെങ്കിൽ എല്ലാം അവൾ കൊടുത്തുവിടുന്ന ഐറ്റംസാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും വേണം എന്നില്ല. പക്ഷേ എന്നാലും ഇപ്പം ഞങ്ങളാണെങ്കിലും പുതുതായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പം അവളെ എപ്പോഴും ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോഴും പറയും,
ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും നിങ്ങൾ വാങ്ങണ്ട കേട്ടോ, എല്ലാം ഞാൻ കൊടുത്തു വിടും ഇങ്ങനെ പറയും. അപ്പം ഞാനും അനന്തും ഒക്കെ ഭയങ്കര, അനന്തുവിൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ എല്ലാം കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ കൊറിയർ വരുന്നതിനെക്കാട്ടിലും സന്തോഷം ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പം എല്ലാവർക്കും എല്ലാം കിട്ടി, ഒരു പ്രത്യേക ഒരു മനസ്സുഖമാണ് കേട്ടോ അത്. ഇതെന്തോ ഒരു ടൈപ്പ് സീഡാണ് കേട്ടോ, എനിക്കിതിൻ്റെ പേരിപ്പോൾ കിട്ടുന്നില്ല. എന്തായാലും ഫ്ലാക്സ് സീഡും നമ്മുടെ ചിയാ സീഡും ഒന്നുമല്ല, കൈൻഡ് ഓഫ് അതുപോലെ എന്തോ ഗുണമുള്ള ഒന്നാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാൽ മതി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, നല്ല ഇതൊക്കെയാണ്, ഹെൽത്തിന് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളത് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അവിടുത്തെ വാങ്ങും കേട്ടോ. വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തന്നിട്ട് പറയും, അമ്മ ഇന്നത് കഴിക്കണം, അമ്മ ഇന്നത് ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയും. ഇത് പക്ഷേ വലിയേട്ട ഇതിനകത്ത് വാങ്ങിയിട്ട് ഇട്ട കേട്ടോ. ഞാൻ എപ്പോഴോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ അവർ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്ത് ചിപ്സാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് ഇവിടുത്തെ ഒരു ലേസൊക്കെ പോലെ നമ്മൾ കഴിക്കുന്നതാണ്, രസമാണ്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ, എൻചാൻഡറിൻ്റെ ബോഡി ലോഷൻ, ഇവളെങ്ങനെ പോയാലും ഒരു എൻചാൻഡർ വെക്കും കേട്ടോ. എൻചാൻഡർ വിട്ടൊരു പക്ഷേ ബാക്കി ജർജൻസും അങ്ങനെയുള്ള എല്ലാം കൊടുത്തു വിടും. പക്ഷെ എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻചാൻഡറിൻ്റെ ഐറ്റം കൂടെ വെക്കും. ഇത് പിന്നെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ. ഈ ബെഡ്ഷീറ്റ്, കമ്പിളി, പില്ലോ കേസ് അതൊക്കെ കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാണ്. മാഗിയുടെയും ഹോട്ട് സ്പൈസിയുടെ ഒക്കെ ഒരു വേർഷൻ എനിക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ ആപ്രിക്കോട്ട്, ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല, പക്ഷെങ്കിൽ ഇതിന് ഭയങ്കര ഗുണമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവള് വീഡിയോ കോളിലൂടെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കത്തിക്കും. അങ്ങനെയാണ്. ഇത് പിന്നെ ചേച്ചിക്ക് ആരോ അവിടെ ബർത്ത്ഡേക്ക് അവിടെ ഗിഫ്റ്റ് കൊടുത്തത്, അവൾ ഇതും കൂടി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. 3 സിസ്റ്റേഴ്സിൻ്റെ ഒരു കാര്യമാണ്, ഭയങ്കര ക്യൂട്ടാണ് അവർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കുക്കിംഗ് ചാനലൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഒരു ഫ്രൈ പാൻ. നല്ല രസമുണ്ടായിരുന്നു, കുഞ്ഞൊരു ഫ്രൈ പാൻ, കാണാനും ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാനിവിടെ കാണുന്ന റെഡും മറ്റേ മെറ്റാലിക് ഫിനിഷ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് അല്ലേ, ഒരു ആഷ് കളർ കോട്ടിംഗ് ഒക്കെ വരുന്നത്. ഇതൊരു സ്കൈ ബ്ലൂ ടൈപ്പ്, കൊള്ളാം. അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതൊക്കെ വീഡിയോ നിൽക്കുന്നത് കൊണ്ട് അവരെല്ലാം സൈഡിൽ ഒതുങ്ങി മാറി നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സാധനങ്ങൾ എടുത്ത് ഞാൻ ഇങ്ങോട്ടും എടുത്ത് വെക്കും, എല്ലാവരും എടുക്കുകയൊക്കെയാണ് കേട്ടോ. അമ്മയ്ക്ക് പിന്നെ അമ്മ ചിന്തിക്കുന്നത് മൊത്തം ഇതിൽ നിന്ന് എങ്ങനെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് സൈഡിൽ ഇരുന്ന് അമ്മ ചിന്തിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നാണ് കേട്ടോ പുള്ളിക്കാരിയുടെ മൈൻഡ് ഫുള്ള്. അമ്മ പറയുന്നില്ലേ ഇത് കുറച്ച് ഗ്രേപ്സ്, മറ്റേ എന്താ പറയുക, റൈസൻസ്. പിന്നെ ഇത് റഫാലോ, നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കൊടുത്തൊരു ഇതെടുക്കണ്ട മടി. ഇഷ്ടപ്പെട്ടോ? പാൽപ്പൊടിയാണോ ഇഷ്ടം, പാലാണോ ഇഷ്ടം? പാല് കുടിക്കുന്ന പാൽപ്പൊടി ഇട്ട് കുടിക്കുന്നത്, അതുകൊണ്ട് ഇത് തരത്തില്ല. അഡോണിസിൻ്റെ അമ്മ കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ അവൻ കുറച്ച് മുന്നേ അവൻ്റെ മമ്മി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അവനത് ഓപ്പൺ ചെയ്ത് കേട്ടോ. സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇവർ ഒരുമിച്ച് ഷോപ്പ് ചെയ്തിട്ട് പോയിട്ട് അയക്കുന്നതാണ്. പിന്നെ കുറച്ച് ടർക്കി, പിന്നെ കോഫി മേറ്റ്, പെർഫ്യൂം, സോപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ആണ് അയക്കുന്നത് കേട്ടോ. പിന്നെ അവൾ വരാറായിട്ടുണ്ട്. ഞാനത് നമ്മളിങ്ങനെ ഭയങ്കര വെയിറ്റിങ്ങാണ്. പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് കൊടുത്തു വിട്ട പെർഫ്യൂം. അടിപൊളി മണമാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങൾക്ക് പെർഫ്യൂമിൻ്റെ നോട്ട്സ് അറിയാവുന്നവർക്ക് ആ മണം ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. ഒരു കൈൻഡ് ഓഫ് മസ്ക് ആൻഡ് ഒരു അക്വാറ്റിക് സ്മെല്ലാണ് ഇത് രണ്ടിൻ്റെയും കൂടെ. ഭയങ്കര ഒരു അക്വാറ്റിക് സ്മെല്ലും ഉണ്ട്, ഒരു മസ്കി ഒരു ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കേക്ക്സ് പോലത്തെ നമ്മുടെ ഈ കപ്പ് കേക്കൊക്കെ പോലെ കഴിക്കുന്ന പോലെ അകത്ത് ഫില്ല് ചെയ്ത് വരുന്നതില്ലേ, അതും ഡേറ്റ്സും പിന്നെ
ഇവിടെ ചിലപ്പോൾ സൺഡേയ്സിലുള്ളൊരു പ്രശ്നം എല്ലാവരും കിടന്ന് ഉറങ്ങും. കാരണം എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അധിക നേരം കുറച്ച് ഉറങ്ങുന്ന ടൈമായിരിക്കും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എങ്ങും പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിരാവിലെ ഉണരും. എന്താ അല്ലേ, ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കൊന്നും ഇല്ല, എങ്ങും പോകാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ, അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ കോഫി മേറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ എനിക്ക് കോഫി മേറ്റൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കത്തൊന്നുമില്ല. ഈ ഡേറ്റ്സ് ഒക്കെ കഴിച്ചാൽ നമുക്ക് അങ്ങനെ വിശക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവളുടെ അടുത്ത്, എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ കെലോക്സ് പോലത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തു വിടണം എന്ന്. അപ്പോൾ ചോക്കോസ് പോലൊരു ഐറ്റം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല, നോക്കാം. കണ്ടോ, ഇതാണ് കോഫി മേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിട്ടൊരു കോഫി കുടിക്കുന്നത്. എന്തൊരു സ്ട്രെസ് റിലീഫാണെന്ന് അറിയാവോ. ഞാനിതൊന്നും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 3 years ആവുന്നേ ഉള്ളൂ. 3 to 4 years ഒക്കെ ആവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ കിസസ്, എൻ്റെ ഫേവറേറ്റ്, ഒരു കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റാണ്. ആരെങ്കിലും കൊണ്ടുവന്നൊക്കെ തന്ന കിസസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കിസസ് കഴിക്കുന്ന എൻ്റെ ചർച്ചിൽ ഒരു ആൻറ്റി അവരുടെ മോനെന്തോ ഗൾഫിൽ പോയിട്ട് വന്ന് അങ്ങനെ കൊണ്ടു തന്നാണ് ഞാൻ ഈ കിസസ് ചോക്ലേറ്റ്സ് കാണുന്നത് തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങളിവിടെ പറയുന്നത് ടാങ്ക് എന്നൊന്നും ഞങ്ങൾ അധികം പറയാറില്ല. നമ്മൾ പറയുന്നത് എന്താ പറയുക, കലക്കവെള്ളത്തിൻ്റെ പൊടി. കലക്കവെള്ളം മീൻസ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കത്തില്ല, അതിന് ചുമ്മാ ഒരു ഡൂപ്പ് പേരിട്ടേക്കുന്ന കേട്ടോ, കലക്കവെള്ളത്തിൻ്റെ പൊടി. പിന്നെ നമ്മുടെ ജർജൻസിൻ്റെ സോപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ ആശ്ചേച്ചിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതും സെയിം കൈൻഡ് ഓഫ് ചോക്ലേറ്റ്. ഞങ്ങൾ രണ്ടുപേരും അവിടെ അവൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും ചിലപ്പോൾ ഞാൻ കഴിക്കത്തില്ലായിരിക്കും. അപ്പോൾ എൻ്റെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് ചേച്ചി അതൊക്കെ മേടിച്ച് വെക്കുന്നത്. ഇതും നല്ല പെർഫ്യൂമായിരുന്നു കേട്ടോ. ഇതൊരു നല്ലൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അക്വാ കളറാണെങ്കിലും പക്ഷേ ഇതിൻ്റെ മണം വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്ലോറൽ ടൈപ്പ് പെർഫ്യൂം. കറക്റ്റ് വുമൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളാണ് കേട്ടോ കൊടുത്തു വിട്ടത്. ഇതെല്ലാം അങ്ങനെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ച് തുടക്കത്തെ പോലെ ഉള്ളൂ. ഞങ്ങളൊന്നും എടുത്തൊന്നും യൂസാക്കി തുടങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ മറിയോ മാരിയോ അങ്ങനെ എന്തോ ഒരു സംതിങ് ഒരു ഫേമസ് ബോഡി ലോഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇത്. എന്നാൽ നാട്ടിലെന്തായാലും ഒരു 7,000 8,000 ആ റേറ്റ് വരുമെന്ന് തോന്നും. പക്ഷെ ഭയങ്കര മണമുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അത്രയും മണം ഇഷ്ടമല്ല. നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കത്തിക്കീറുന്ന മണമൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ സട്ടിലായി വരുന്നുണ്ട്. നമ്മൾ പെർഫ്യൂം അവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും. കഴിയുമ്പോൾ അതൊക്കെ മിനിറ്റൊക്കെ സട്ടിലാവും. അപ്പം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞങ്ങളുടെ ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ കൊടുത്തു വിട്ടത്. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്നൊന്നും ഒരിക്കലും ഞാൻ ചോദിക്കത്തില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയോടും സ്പെഷ്യൽ താങ്ക്സ്. ബൈ.